ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളിലും ജയം സ്വന്തമാക്കിയാണ് ടീം ഇന്ത്യ T20 ലോകകപ്പിൽ സൂപ്പർ 8ലേക്ക് കടക്കുന്നത്. സൂര്യകുമാർ യാദവും സംഘവും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ടീം ഇന്ത്യയുടെ ടൂർണമെന്റിലെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ മിക്ക എതിരാളികളും അത്ര ശക്തരായിരുന്നില്ല. എന്നാൽ സൂപ്പർ 8ൽ അങ്ങനെയല്ല. വമ്പന്മാർക്കെതിരെയാണ് ഇനി പോരാട്ടം. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിന് നിർണായക മുന്നറിയിപ്പുകൾ നൽകുകയാണ് മുൻ താരങ്ങൾ. നെതർലാൻഡ്സിന് എതിരെ കളിച്ച ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ അവസാന മത്സരം ടീമിന് നൽകുന്നത് ഒരു മുന്നറിയിപ്പാണെന്നാണ് ഇന്ത്യൻ മുൻതാരം വീരേന്ദ്ര സേവാഗ് ചൂണ്ടിക്കാട്ടുന്നത്. ചെറിയ പിഴവുകൾക്ക് വലിയ വിലയാകും നൽകേണ്ടി വരിക എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഞാൻ കരുതുന്നത് ഇന്ത്യ ഇതുവരെ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. അമേരിക്കയ്ക്ക് എതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഒന്ന് വിറച്ചെങ്കിലും പിന്നീട് സ്ഥിരതയാർന്ന പ്രകടനമാണ് ടീം നടത്തിയത്. എന്നാൽ നെതർലാൻഡ്സിനെതിരെ 193 എന്ന റൺ വേട്ട നടത്തിയെങ്കിലും 176 റൺസ് വഴങ്ങേണ്ടി വന്ന സാഹചര്യം തിരിച്ചടിയാകാതെ നോക്കണമെന്നും യഥാർത്ഥ പരീക്ഷണം സൂപ്പർ 8ലാണ് തുടങ്ങുന്നതെന്നും വീരേന്ദ്ര സേവാഗ് പറഞ്ഞു. മികച്ച ബാറ്റിംഗ് നിരയുള്ള ടീമുകളുമായി ഏറ്റുമുട്ടുമ്പോൾ ബൗളിംഗ് നിരയുടെ ഗതി എങ്ങനെയാണെന്നുള്ളത് ഇന്ത്യ ഗൗരവമായി ചിന്തിക്കണമെന്നും സേവാഗ് ചൂണ്ടിക്കാട്ടി. അതേസമയം സൂപ്പർ 8ലേക്ക് വരുമ്പോൾ ഇന്ത്യ ഏത് ബൗളിംഗ് കോമ്പിനേഷനുമായാണ് മുന്നോട്ട് പോകേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്നാണ് മോഹിത് ശർമ്മയുടെ പ്രതികരണം. ഇന്ത്യയുടെ ഇടം കയ്യൻ സ്പിന്നറായ അക്സർ പട്ടേലിനെ 8ാം നമ്പറിൽ കളിപ്പിക്കുമ്പോൾ ഡെത്ത് ഓവറുകൾ എറിയാൻ ആരെത്തുമെന്നത് വലിയ ചോദ്യമാണ് എന്ന് മോഹിത് വ്യക്തമാക്കി. നെതർലാൻഡ്സിനെ പോലൊരു ടീമിന് ഇന്ത്യയെ പരീക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ സ്ഥാനത്തേക്ക് വമ്പൻ ടീമുകൾ എത്തുമ്പോൾ സ്ഥിതി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ബൗളർമാർ മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ടെങ്കിലും അവസാന ഓവറുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ റൺസ് വഴങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ അവസാന 5 ഓവറുകളിൽ മാത്രമായി ഇന്ത്യ വഴങ്ങിയത് 58 റൺസ് ആയിരുന്നു. മുൻ താരങ്ങളുടെ ഈ മുന്നറിയിപ്പ് ഇന്ത്യൻ ടീം ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പിലും മാറ്റം വരുത്തണമെന്നാണ് ചിലരുടെ അഭിപ്രായം. ഇഷാൻ കിഷന് പകരം സഞ്ജു ഓപ്പണറായിരുന്ന സമയം ഇന്ത്യ പിന്തുടർന്നത് ഇടത് വലത് ബാറ്റിംഗ് കോംബോ ആയിരുന്നു. എന്നാൽ ഫോം നഷ്ടപ്പെട്ട് സഞ്ജു പ്ലേയിങ് 11ൽ നിന്ന് പുറത്തായതോടെ ഇഷാൻ കിഷൻ എത്തുകയും ഇന്ത്യയുടെ ഇടത് വലത് ബാറ്റിംഗ് കോംബോ തന്ത്രം ഇല്ലാതാവുകയും ചെയ്തു. നിലവിൽ ബാറ്റിംഗ് ലൈനപ്പിലെ ആദ്യ 3 പേരും ഇടം കയ്യൻ ബാറ്റ്സ്മാൻമാരാണ്. ഇതിനുശേഷം എത്തുന്ന സൂര്യകുമാർ യാദവാണ് വലം കയ്യൻ ബാറ്റ്സ്മാൻ. എന്നാൽ ഈ ലൈനപ്പിൽ ഒരു മാറ്റം വരണമെന്നും സൂര്യകുമാർ യാദവ് 3ാം നമ്പറിലേക്ക് വന്നാൽ അത് ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നുമാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വാദം.